രാജ്യതലസ്ഥാനത്ത് നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചിറ്റൂരിൽ ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. അണിക്കോട് ജംഗ്ഷനിൽ നിന്നും തുടങ്ങി ചിറ്റൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുൻപിൽ മാർച്ച് അവസാനിച്ചു. മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന് മാത്രമല്ല CBSE പരീക്ഷയിലും ക്രമക്കേട് നടന്നിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. 20 ലക്ഷത്തോളം കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. ആഹോരാത്രം രാത്രിയിലും പകലുമായി കുത്തിയിരുന്ന് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ പരീക്ഷ മാറ്റിയെന്നറിഞ്ഞതോടുകൂടി മാനസികമായി അവർ തകരാറിലായിരിക്കുകയാണ്. 20 കുട്ടികളാണ് ഇതിനോടകം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആ 20 കുട്ടികളുടെ ആത്മഹത്യയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പുമായി കൈകാര്യം ചെയ്ത ധർമ്മേന്ദ്ര പ്രധാനുമാണ്. ഇത് തികച്ചും ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ജോലിയിൽ തുടർച്ചയായി വീഴ്ച വരുത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരാളെ പുറത്താക്കേണ്ടത് ആ ഉടമസ്ഥൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. തുടർച്ചയായി വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കാൻ നരേന്ദ്രമോദി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യ തലസ്ഥാനത്ത് ഇടതുപക്ഷ സംഘടനകളുടെയും പ്രധാനമായും യുവജനങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടിയായിട്ടുള്ള CJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. ജൂൺ 28-ാം തീയതിയാണ് സോനം വാങ്ചുങ് എന്ന വിദ്യാഭ്യാസ വിചക്ഷണനും പരിസ്ഥിതി പ്രവർത്തകനുമായിട്ടുള്ള സോനം വാങ്ചുങ് അവിടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരാഹാരം കിടക്കുകയാണ്. ബ്ലോക്ക് ട്രഷറർ കിരൺദാസ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ദിനനാഥ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി R അച്യുതാനന്ദ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ശ്രീജ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.